ഹായ്, ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചോണം നിങ്ങൾക്ക് മാറണോ മാറണ്ടായോ എന്ന്. അപ്പം ഇന്ന് പറയുന്നത് മുഴുവനും മെസ്സേജിലുള്ള പ്രതിഭാസങ്ങളാണ്. അപ്പം ഫസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് വന്നൊരു ഒരു മെസ്സേജാണ്. നിൻ്റെ യൂറിൻ അത് വേറെ മലയാളത്തിൽ നിങ്ങളങ്ങ് എടുത്തോ, ഞാൻ പറയാത്തത് തരുമോ, അതൊരു മരുന്നാക്കി അയാൾക്ക് കുടിക്കാനാണ്. കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് ഇൻസ്റ്റയിൽ ഒരു പെണ്ണ് ഇങ്ങനെ അവൾ ഇതിനെക്കുറിച്ച് തന്നെ അങ്ങ് പറയുമായിരുന്നു. അപ്പം നീ ഉണ്ടാക്കി പറഞ്ഞല്ലേ എന്നൊക്കെ പല കമൻറ്റുകളും കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഉണ്ടാക്കി എന്തോന്നും പറയുന്നതായിരിക്കും. അല്ല, സ്ക്രീൻഷോട്ടെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അടുത്തത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തോട്ട് കയറി അങ്ങ് ഇരിക്കണമെന്ന്. ഞാൻ എന്തിനാണ് അവൻ്റെ മുഖത്ത് ഞാൻ കയറി ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ മാനസിക രോഗി, ഇത് രണ്ടല്ല, 2, 3 ഒന്നും അല്ല, ഒരുപാടുണ്ട്. പിന്നെ പറയുന്നത് എനിക്ക് 47 ഉണ്ട്, 37 ഉണ്ട്, പിന്നെ എന്തോ 25 ഉണ്ട്, 38 ഉണ്ട്, 48 ഉണ്ട് ഏജ്. എന്നിട്ട് അവന് ഇഞ്ചിൻ്റെ കണക്ക്. ഇതെന്തിനാണ് എന്നോട് പറയുന്നത്? പിന്നെ വേറൊരുത്തൻ, ഞാൻ ഗൾഫിലാണ്, അപ്പം ഞാൻ ഈ ബിസിനസ്സൊക്കെ പറയുന്നുണ്ട്. അത് ഒരുത്തനല്ല, അതും ഒരുപാട് പേരുണ്ട്. ബിസിനസ് കാര്യങ്ങളൊക്കെ പറയുന്നു, ഇഷ്ടംപോലെ പണമുണ്ട്, എന്ത് വേണമെങ്കിലും സാധിച്ചു തരാം എന്ന് എന്നോട് എന്തിനാണ് പറയുന്നത് അതും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഡൈവേഴ്സ്, ഇഷ്ടംപോലെ ഡൈവേഴ്സ് മാത്രമേ ഉള്ളൂ, ഡൈവേഴ്സുകാർ മാത്രമാണ്. ഇതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് മറുപടി ഒന്നും കൊടുക്കത്തില്ല. ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും, ഒരു മറുപടിയും പറയത്തില്ല. പിന്നെ എത്ര പണം വേണമെങ്കിലും എനിക്ക് തരാമെന്ന്, ഞാൻ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും തരാമെന്ന്. എനിക്ക് എന്തിനാണ് പണം? ഞാൻ ചോദിക്കുന്നതെല്ലാം നിങ്ങൾ എന്തിനാണ് തരുന്നത്? സത്യം പറഞ്ഞാൽ നാണക്കേട് കൊണ്ട് പൊളഞ്ഞു പോവുകയാണ്. എനിക്ക് തന്നെ അങ്ങ് തോന്നുന്നു, ഞാൻ ഏതെങ്കിലും ഒരു വൃത്തികെട്ട സ്ത്രീയാണോ ഈ പണം കൊടുത്ത് വാങ്ങുന്നേ, അങ്ങോട്ട് പണം കൊടുത്ത് എന്തുവിന് പറയുന്നേ, പച്ചയായിട്ട് പറയാൻ എനിക്കറിയാം, അത് കുറച്ച് മര്യാദ രീതിയിൽ പറയുന്നത് എങ്ങനെയാ? പണം കൊടുക്കത്തില്ലേ പെണ്ണുങ്ങൾക്ക് കാര്യം സാധിക്കുന്നതിനൊക്കെ? അങ്ങനത്തെ ഏതെങ്കിലും പെണ്ണാണോ ഞാൻ? എന്നോട് വന്ന് ഇതാ പറയാം, ഇഞ്ചിൻ്റെ കണക്ക്. പിന്നെ ഫുള്ള് കെട്ടിപ്പിടുത്തവും ഉമ്മ കൊടുപ്പും പിന്നെ എന്തൊക്കെയോ ആണ് ആ മെസ്സേജിൽ നടക്കുന്നത്. ഇത് മാത്രമാണ്. ഞാനൊരു ആകാംക്ഷ കാരണം എല്ലാം കുറച്ച് ആദ്യമൊന്നും അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല, ഇപ്പം എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴല്ലേ കാണുന്നത്. എന്താ നോക്കുന്നത്? പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 2-3 വീഡിയോസൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റോ മറ്റുള്ള കാര്യങ്ങളോ ആയിരിക്കുമോ പറയുന്നത്, ഇല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കത്തില്ലേ? അങ്ങനെ മെസ്സേജിൽ പറയാൻ അല്ല, കമൻറ്റിൽ പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം വന്ന് നമ്മളോട് മെസ്സേജിൽ പറയാൻ പോവുകയാണ്, നമുക്കത് അറിയാലോ എന്ന് വിചാരിച്ചല്ല ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ്. മുഴുവനും ഇത് മാത്രമാണ്, വേറെ ഒന്നുമില്ല. എൻ്റെ സബിനെ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് എപ്പോഴും കമ്പി പറയാമോ. ഇത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരാളൊന്നും അല്ല, ഒരാളൊക്കെ ടുട്ടു അമേദി ഒരാളൊക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കാം, ഒരാളല്ലേ പറഞ്ഞത്, ഒരാളൊന്നും അല്ല. ഒരു കാര്യം തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. നമ്മളങ്ങ് നാണം കൊണ്ട് നമുക്കങ്ങ് നാണക്കേടുന്നത്. എന്ത് നാണക്കേടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണുങ്ങൾ എന്താണ് ഇത്രയ്ക്കും ചീപ്പായി പോകുന്നത്? അവരൊരു പവർഫുൾ അല്ലേ? അവർ നല്ല ഒരു സിമ്പിളാണ്. ഒരു പെണ്ണിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ കണ്ടിട്ട് ഒളിഞ്ഞിരുന്നായാലും അവരുടെ ആ മാനസികാവസ്ഥ എന്തിനാണ് വെളിയിലോട്ട് കൊണ്ടുവരുന്നത്? കമൻറ്റുകളൊന്നും നോക്കാൻ പറ്റുന്നില്ല, കമൻ്റ് എല്ലാം പച്ചത്തെറി, ഡിലേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് പണി. അപമാനം താങ്ങാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ 3-4 വർഷമായിട്ട് ഇൻസ്റ്റയിൽ നല്ല വൈറലായിട്ട് അവിടുത്തെ കുട്ടികളൊന്നും ഇത്രയും ചീപ്പായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു കുട്ടികളായിരിക്കും പ്രശ്നം. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് 2K പ്രശ്നം, 2K പ്രശ്നമൊന്നും. 2K അല്ല, മാനസിക രോഗികൾ നിങ്ങളാണ്. ആ കുട്ടികൾ ഇത്രയും വൃത്തികേട് പറഞ്ഞ്, കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് 15 വയസ്സ് തൊട്ട് 30 വയസ്സിന് ഇടയ്ക്ക് 25 വയസ്സിന് ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികളല്ല, അവർ ചെറിയ പ്രായത്തിലുള്ളവരെന്നാണ് എൻ്റെ ഉദ്ദേശം. കുട്ടികളെന്ന് പറഞ്ഞ് ഇനി എന്നോട് വഴക്കിന് വരരുത്. നിനക്ക് ഇതെല്ലാം കുട്ടികളാണോ? നിങ്ങളുടെ വഴക്കിന് വന്നിട്ടുണ്ട്. 90s എന്ന് പറയുന്നത് 90s, ഒരു 80s ഹാഫ്, ഇവർക്കെല്ലാം അങ്ങ് ഭ്രാന്താ. ഒരു 45-50 വയസ്സായി കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളെ മുഴുവനെയും പറയുന്നത് ആൻറ്റിമാർ കുറച്ച് മെച്ചൂർഡായ 40 കഴിഞ്ഞാൽ അവളുമാർക്ക് കടിയാന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അമ്മയുണ്ടോ, പെങ്ങന്മാരുണ്ടോ, ഭാര്യയുണ്ടോ? ഒന്നുമില്ലെങ്കിലും മകളുണ്ടോ?
ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നും. എന്തോരം മെസ്സേജാണ്, ഒരു മറുപടി ഞാൻ കൊടുത്തില്ലെങ്കിലും ചുമ്മാതെ മോളെ ചക്കരെ മുത്തേ അങ്ങനെ ഇങ്ങനെ. എൻ്റെ മുഖത്തെ നോക്കി ടെൻഷൻ, ഭയങ്കര ടെൻഷൻ, തലവേദന. എനിക്കിത് കണ്ടിട്ട് ഞാനൊക്കെ ഇത് വൃത്തികെട്ട സ്ത്രീയാണോ എന്നോട് ഇങ്ങനെ പറയുന്നല്ലോ എന്ന് ഓർത്തിട്ട്. നിങ്ങളുടെ പവർ നിങ്ങൾ എന്തിനാണ് നശിപ്പിക്കുന്നത്? നിങ്ങൾക്കൊരു പവറില്ലേ? പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സഹിച്ച് കടിച്ച് പിടിച്ചിരിക്കുക. എനിക്ക് മാത്രം ആയിരിക്കത്തില്ല, ഒരുപാട് പെണ്ണുങ്ങൾക്ക് അയച്ചു കാണും. ഞാൻ പലരെയും കണ്ടുകൊണ്ട് ഇപ്പം ഞാനൊരു തെറ്റായിട്ട് വന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒട്ടും കാണാൻ കൊള്ളാത്ത കുട്ടികളെ പോലും വിടുന്നില്ല. അവരുടെ കമൻറ്റ് നമ്മൾ വായിച്ച, മുത്തേ അങ്ങനെ ഇങ്ങനെ, നിൻ്റെ അത് കാണിച്ചു തരുമോ, നിൻ്റെ ഇത് കാണിച്ചു തരുമോ, നീ എന്താ മെസ്സേജ് നോക്കാത്ത, അവരുടെ കമൻറ്റിൽ ഇതൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ആ കുട്ടി മുഖം വെച്ച് എന്തോലും ചിരിച്ച് ഇങ്ങനെ എന്തോലും കാണിക്കും. അവൾക്ക് അതായിരിക്കും ഇഷ്ടം, എനിക്കിങ്ങനെ പറയുന്നതാണ് ഇഷ്ടം. ഞാൻ വിചാരിച്ചത് നമ്മുടെ ബോഡി കാണിക്കുന്നില്ല, സെക്സിൻ്റെ സിമ്പൽ കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല, സ്നേഹത്തോട് വന്നിരുന്ന് എന്തെങ്കിലും കാര്യമല്ലേ പറയുന്നത്, നമ്മളോട് ആരും ഒരു അനാവശ്യങ്ങളും പറയത്തില്ലെന്ന് വിചാരിച്ചാൽ എന്നോട് വന്ന് പറയും, എന്ത് കണ്ടോണ്ടാണ് നിങ്ങൾ എന്നോട് ഇതിങ്ങനെയൊക്കെ പറയുന്നത്? എന്തുമായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? ഇത്രയും വൃത്തികേടുകൾ പറയാം, ഒരുപാടുണ്ട് പറയാൻ, ഒരുപാട് നമുക്ക് അറയ്ക്കുന്ന വാക്കുകളുണ്ട്. ഈ ഇഞ്ചിൻ്റെ കണക്ക് പറയുന്നുണ്ടല്ലോ, ഇഞ്ചിൻ്റെ കണക്ക് നിങ്ങൾ മകളോട് പോയി പറയണം. ഇഞ്ചിൻ്റെ നിങ്ങൾ പറയുന്നവർ ഒന്നും രണ്ടും ആൾക്കാരൊന്നുമല്ല, ഒരുപാട് ആൾക്കാരെ ഇഞ്ചിൻ്റെ കണക്ക് പറയുന്നത്. അത് എന്താ ഇഞ്ചിൻ്റെ കണക്ക്? എന്തോ പെണ്ണുങ്ങൾക്ക് നിങ്ങളുടെ ഇഞ്ച് കാണുമ്പോഴത്തേന് പെണ്ണുങ്ങൾ അങ്ങ് ചാടി വീഴുവോ? അയ്യോ അവന് വലിയ ഇഞ്ചുണ്ടെന്ന്. എല്ലാത്തിനെയും പിടിച്ച് വരിയായിട്ട് വെച്ച് പബ്ലിസിറ്റി ചെയ്ത് നാണം കെടുത്തി. അന്ന് പെണ്ണുങ്ങളെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ, ചില പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവർ സഹിച്ച് ക്ഷമിച്ച് ലാസ്റ്റ് വരെ പോയി നിൽക്കുമ്പോഴാണ് അവർ പ്രതികരിക്കുന്നത്. ഞാൻ ഒരുപാട്, എനിക്ക് ആരും കാണുന്നില്ല, എന്താ മെസ്സേജ് കയറി കമൻറ്റ് ചെയ്യുന്ന ചീത്തയെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അവമാനം. എനിക്ക് എൻ്റെ കൂടെ ഉള്ള കുറച്ച് ഫ്രണ്ട്സെങ്കിലും ഉണ്ടല്ലോ, പെണ്ണുങ്ങളോ ആണുങ്ങളോ ഉണ്ടല്ലോ, എന്നെ കുറച്ചെങ്കിലും അറിയുന്ന ആൾക്കാർ കാണും. അവർ ഒന്ന് നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും? പൊന്നെ മുത്തേ ചക്കര, നിൻ്റെ പൊന്നാ ഞാൻ, ചക്കരയാ ഞാൻ. ഒറ്റയൊരെണ്ണം വിളിക്കാൻ പാടില്ല എന്നെ ചക്കര മുത്തേ തേനെ ഒന്നും. ഞാൻ ആരുടെയും ചക്കര മുത്തൊന്നും അല്ല. അത് കേൾക്കുമ്പോഴേ എനിക്ക് അതൊക്കെ വൃത്തികെട്ട ചീത്ത മാരിയാ തോന്നുന്നത്. സ്നേഹമൊന്നും അല്ലത്. കണ്ടവൻ്റെ ഭാര്യയെല്ലാം ചക്കര മുത്തേ പൊന്നെ. കുങ്കുമം കാണുന്നുണ്ടല്ലോ, കുങ്കുമത്തിനെങ്കിലും ഒരു ഇത് കൊടുക്കണ്ടേ? അത് അടുത്തവൻ്റെ ഭാര്യയല്ലേ, അടുത്തവൻ്റെ സ്വത്തല്ലേ? എന്തിനാണ് നമ്മളിങ്ങനെ പറയുന്നത്? നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയോ നമ്മുടെ പെങ്ങളെയോ നമ്മുടെ അമ്മയോ വേറൊരുത്തം വന്ന് പറയുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? പേടിയാവുക. എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. ദൈവമേ, ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാണല്ലോ അവർ വളരാൻ പോകുന്നതെന്ന് ഓർക്കുമ്പം നാണക്കേട് തോന്നുക. കുറച്ച് അടക്കി പിടിക്ക്. എന്നിട്ട് പെണ്ണുങ്ങളുടെ വീഡിയോ എല്ലാം എടുത്തു വെച്ചിട്ട് ഇവർ പെണ്ണുമാതിരി ആക്ഷൻ. ഒത്തിരി പെണ്ണുങ്ങളാണെന്ന് വിചാരിച്ച് ഞാൻ പോയി ഫോളോ ചെയ്യും. എന്നെ ഫോളോ ചെയ്യുമ്പോൾ എല്ലാ ആണുങ്ങൾ പെണ്ണുങ്ങളെ അങ്ങ് വൃത്തികൾ വരുമോ, ഇന്ന് രാത്രി വരാമോ, ഇന്നൊക്കെയാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഞാൻ വിചാരിച്ച് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഇടുവോ, ഇത്രയും വൃത്തിയായിട്ട പോസ്റ്റൊക്കെ ഇടുവോ എന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ ഇല്ല, അത് പെണ്ണുങ്ങളെ അല്ല, പെണ്ണുങ്ങളെ അങ്ങ് ആക്ഷേപിക്കുമായിരുന്നു. പെണ്ണുങ്ങളുടെ വീഡിയോസ്, പെണ്ണുങ്ങൾ ഇത് ഓരോന്ന് പറയുന്നതും ഒരു AI ചെയ്ത് ബോഡി അങ്ങനെ. സത്യം പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം കൂടെ ചേർന്ന് കേസ് കൊടുക്കണം ഈ ID പേരിൽ. പെണ്ണുങ്ങളെ എന്തിനിങ്ങനെ ആക്ഷേപിക്കുന്നത്? പെണ്ണുങ്ങളെ ഒരു നിമിഷം തിരിഞ്ഞ് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളെല്ലാം എത്ര കഷ്ടപ്പെട്ട് വയറ്റിലിട്ട് പ്രസവിച്ച് പാല് കൊടുത്ത് വളർത്തി കൊണ്ടുവരുന്നുണ്ടല്ലോ. ഒരു ശകലം നമ്മുടെ ഇണയോട് മാത്രം നിങ്ങൾ മറ്റേത് തോന്നുന്നു, അല്ലാതെ എല്ലാം വിട്ടിട്ട് അതെൻ്റെ അമ്മയാ, എൻ്റെ പെങ്ങളാ, എൻ്റെ മകളാ, ആ ഏജിനനുസരിച്ച് അവരെ കാണാൻ പഠിക്ക്. നിങ്ങളൊരാണാണ്, അതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരാണാണ്, എനിക്ക് എൻ്റെ പവറുണ്ട്. 2 ദിവസം കൊണ്ട് പോയി വലിയൊരു ഉദ്യോഗസ്ഥനാണ്, കേരളത്തിലെ നമ്പർ 1 ഉദ്യോഗസ്ഥനാണ് എന്നോട് വന്ന് അനാവശ്യം പറഞ്ഞിട്ട് പോയത്. ആ പട്ടി. അയ്യോ ഇത്രയേ ഉള്ളൂ. എനിക്ക് വയ്യ, എനിക്ക് തലവേദന, എനിക്ക് ഭയങ്കര തലവേദനയാണ്.